എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഇളനീർ പായസം. നല്ല നാടൻ കരിക്ക് തന്നെ വേണം, നല്ല ഫ്ലഷുള്ള കരിക്ക് തന്നെ വേണം. നമ്മൾ 2 കരിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഹാർഡാണെങ്കിൽ അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തേങ്ങ പാലൊഴിച്ച് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. രണ്ടും സോഫ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരെണ്ണം നന്നായിട്ട് ചോപ്പ് ചെയ്യണം. ഹാഫ് എടുത്ത് മാറ്റി വെക്കണം. ഹാഫ് നമ്മൾ ചോപ്പ് ചെയ്യുന്നു, ഹാഫ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പകുതി കരിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റിൽ ചേർക്കണം. ഇനി നമ്മൾ 2 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത്, ഏകദേശം 1/2 ലിറ്റർ പാൽ. ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 1/4 ലിറ്ററോളം ആക്കണം. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഇതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാഷ്യൂട്ടും റൈസിൻസും ആഡ് ചെയ്യാം. ഇത് നന്നായി സോത്ത് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെഡ്യൂസ് ആയ പാലിലേക്ക് നമ്മൾ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച് നമ്മുടെ കരിക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത കരിക്കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്കൊരു 5-6 പീസ് കാടമ ഇടുക. അതേപോലെ തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചോണം കാടമ ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളം ചൂടിൽ തന്നെ നമ്മൾ വെക്കുക. തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും ആഡ് ചെയ്യാം. നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നോർമൽ വേയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.